ക്രൂശിത ഞങ്ങളങ്ങയെ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. ക്രൂശിത ഞങ്ങളങ്ങയെ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, നോമ്പിൻ്റെ ദിവസങ്ങളാണല്ലോ ഇത്. ഹെബ്രായ ലേഖനം 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൻ്റെ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും അനുഭവിച്ചറിയുകയും ചെയ്തവർ, ദൈവിക അനുഭവങ്ങൾ ഉണ്ടായവർ ഒരിക്കൽ വീണുപോയാൽ, തളർന്നു പോയാൽ, താന്നുപോയാൽ, മരവിച്ചു പോയാൽ അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് അവരെ നയിക്കുക അത്ര എളുപ്പമല്ല. സഹോദര, നീ ഒരിക്കൽ ദൈവത്തിൻ്റെ കരുണയാൽ മുദ്രവയ്ക്കപ്പെട്ടവനാണ്. ഒരിക്കൽ പ്രകാശം ലഭിച്ച ആളാണോ നീ? ദൈവിക സമ്മാനം നീ രുചിച്ചറിഞ്ഞിട്ടില്ലേ? പരിശുദ്ധാത്മാവിന്റെ പങ്കൊരിക്കൽ ലഭിച്ച ആളല്ലേ നീ? ദൈവവചനത്തിന്റെ നന്മ നിനക്കറിയാമേലേ? വരാനിരിക്കുന്ന ആ യുഗത്തിന്റെ മഹത്വം നിനക്ക് ഓർമ്മയില്ലേ? ഇനി നീ വീണുപോയാൽ നിനക്ക് അനുതാപം തരാൻ വളരെ പെട്ടെന്ന് സാധ്യമായെന്ന് വരില്ല. സർവ്വ കഴിവുകളും സർവ്വഹൃദയവും മനസ്സോടും കൂടി ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് അടപടലെ വീഴാം. കർത്താവേ, അനുതാപം അത് ദൈവദാനമാണ്. എൻ്റെ കുറവുകളോർത്ത് അനുതപിക്കാൻ കർത്താവെ നീ എന്നെ പഠിപ്പിക്കണമേ. അത് തലചരിച്ചു പിടിക്കുന്നതോ വിഷാദം ഭാവിക്കുന്നതോ അല്ല. ദൈവം തരുന്ന അനുതാപം നോമ്പിന്റെ വിനാഴികളിൽ ഒരു ദാനമായി കർത്താവ് നിനക്ക് നൽകട്ടെ. ഈശോയേ, ഈ ലോക ഭാരമെല്ലാം ഞാൻ കുരിശോടു ചേർക്കുന്നു കണ്ണുനീരുമായി. ആമേൻ, ആമേൻ, ആമേൻ.